അവൾ മേശയ്ക്ക് അരികിലിരുന്ന നീലകണ്ഠൻ്റെ ഒരു ചിത്രം വരച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് പറയുന്നു. അവൾ മേശയ്ക്ക് അരികിൽ ഇരുന്നു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ചിന്തിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ശേഷം അനുധാര പോകുന്നു. അച്ഛൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. രംഗം 2. അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറയുന്നു. രംഗം 3. അച്ഛൻ നീലകണ്ഠൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. പെട്ടെന്ന് നീലകണ്ഠനും അമ്മയും വരുന്നു. അമ്മ ഒരു മന്ദഹാസം വിടരുന്നു. രംഗം 4. ആശുപത്രി. അവിടെ അനുധാര, അവളുടെ അച്ഛൻ, ഡോക്ടർ, നീലകണ്ഠൻ, അമ്മ. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടരുന്നു. നീലകണ്ഠൻ കാഴ്ച ലഭിച്ച ശേഷം അനുധാരയുടെ അടുത്തേക്ക് വന്നു. രംഗം 3. അച്ഛൻ നീലകണ്ഠൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. പെട്ടെന്ന് നീലകണ്ഠനും അമ്മയും വരുന്നു. അവൾ മേശയ്ക്ക് അരികിൽ ഇരുന്നു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ചിന്തിച്ച് 4. ആശുപത്രി. അവിടെ അനുധാര, അവളുടെ അച്ഛൻ, ഡോക്ടർ, നീലകണ്ഠൻ, അമ്മ. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടരുന്നു. നീലകണ്ഠൻ കാഴ്ച ലഭിച്ച ശേഷം അനുധാരയുടെ അടുത്തേക്ക് വന്നു. അനുധാര ഡോക്ടറെ ചികിത്സിക്കുന്നു.
നാടകം. രംഗം 1. കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠൻ കുറച്ച് നാളുകൾക്ക് ശേഷം അനുതാരയെ കണ്ട് സങ്കടത്തോടെ രണ്ടുപേരും സംസാരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അനുതാര വളർന്നൊരു ഡോക്ടറായി മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുതാരയും നീലകണ്ഠനും സ്വയം തിരിച്ചറിയാതെ കണ്ണ് ചികിത്സിക്കാനായി വരുന്നു. ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെയും ഒരു പനി വന്ന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരും നീലകണ്ഠൻ എന്നാണ്. ഡോക്ടറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അനുതാര. എന്നെ അറിയാമോ? നിനക്ക് എത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടും. എന്നെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ തോന്നുന്നു.